ഇതേണ്ട ഞങ്ങളവിടെ മൊത്തം ഇപ്പം കിളിമീനാണ്. നിങ്ങളിതിന് കിളിമീനെന്നാണോ പറയുന്നത്? കണ്ണി വെള്ളം വീഴാൻ സൂക്ഷിക്കണേ. വാ ലോകത്തിങ്ങനെ ശാന്തമായ റോഡ് എവിടെയും ഉണ്ടോ? എന്നാ നടക്കുന്നു. എടാ വലയത്തോടല്ലേ നീ മീനെ പറക്കിയാ മതി. ഞാൻ പറഞ്ഞ എന്റെ വല പൊട്ടും. ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നാണ്. ഈ സാധനം നീ മാറ്റി നിനക്ക് കളിക്കാനാണ്. ഇതുപോലെ കഴിഞ്ഞ സുഖമല്ലോ ബാക്കി ഇതുണ്ട്. കുഞ്ഞിന്റെ തന്നെ എടുക്കണം. കഴിഞ്ഞ സുഖമല്ലോ സംഭവം കേട്ടോ നിന്റെ വായിലൂടെ. അതിന് അങ്ങോട്ട് മാറി തെന്നി വീഴല്ലേ. വീശാൻ പോവാ. നീ വരുന്നതിന്റെ കൂടെ നീ അവിടെ നില്ല. അച്ഛൻ വീശിട്ട് വരാം. എന്നിട്ട് മോന്റെ കൊണ്ട് മീനെ കൊണ്ടെത്തരും. ക്ലോസപ്പ് ഇട്ട് കൊടുത്ത് അവിടെ നിന്നാൽ മതി. ഇങ്ങോട്ടേ വേണ്ട വേണ്ട ഇവിടെ വന്നാൽ മതി. മീൻ ടാറ്റ പോയി. ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ പറഞ്ഞു പോയി. ഇങ്ങോരെ അച്ഛനും മകനും ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. മോനാണെങ്കിൽ ദാഹം ഇടയ്ക്കിടയ്ക്ക്. അച്ഛന് പണ്ടായിരുന്നു ഈ നമ്പർ. സമ്പൂർണ്ണ പഠന കുടുംബം. എഴുതടാ. വേണ്ട ഇത്രയൊക്കെ എഴുതാറായി. അച്ഛനാണെന്നും അറിയാതിരിക്കുന്നത് എന്തരോ എന്താ. പഠിക്കുന്നില്ലേ അർദ്ധരാത്രി കുടയും പിടിച്ചോണ്ടിരിക്കുന്നത്? അതല്ല, ഇത് ചെറിയ കംപ്ലൈന്റ്. ബ്രൂഡർ. ഞാനിപ്പോൾ ജർമ്മനാണ് സംസാരിക്കുന്നത്. ബ്രദറിന് നമ്മൾ ജർമ്മനി പറയുന്നതാണ് ബ്രൂഡർ. ബ്രൂഡർ ഗോ ആൻഡ് സ്റ്റഡി. അതിനെന്താ പറയുന്നത്? പോയിട്ട് പഠിക്കണമെന്നുള്ള എൻ്റെ ജർമ്മനി എന്ന് പറഞ്ഞേ. പറയണോ? പറയണ്ടേ? നാണോ വരുന്ന അത് പറ. അച്ചാച്ചി അച്ചാച്ചി ഉണ്ടാക്ക ചേച്ചി കടായി ഗോസ്. മല്ലിയില ഉണ്ടല്ലോ അതിരിപ്പുണ്ട്. അതായത് 25 ദിവസം മുന്നേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോന്ന് അറിയത്തില്ല. ഇതേ രണ്ടല്ല പറിച്ചത്. അച്ചാച്ചിയുടെ കടായി ഗോസാണ്. കടായി ഗോസ് ഈ പാനിലേക്ക് എന്തൊക്കെയോ പറക്കിയിടുക. പെട്ടി മീനാണ്, എന്നാലും ഇതിനകം ഒന്ന് ക്ലീൻ ആക്കണം. ഞാൻ പിടിച്ച മീൻ അതിപ്പോ വരും. അതും ഇട്ടിരിപ്പുണ്ട്. ഞാൻ പിടിച്ച മീനാണ്. ഞാൻ ഇപ്പൊ വെട്ടി വറുത്ത് തിന്നു. എനിക്ക് 2 എണ്ണം കിട്ടിയാൽ മതി. വെട്ടി വറുത്ത് തരുമെന്ന് ഇവിടെ ഈ പ്ലേറ്റിലോട്ട് ഇടും. ഇത്രയും ഉണ്ടായിരുന്നു. ഓ സ്വന്തമായിട്ട് ഒറ്റ വീശ് ഇത്ര മീൻ കിട്ടിയാൽ പോരായോ? അത് ഏറ്റവും ഫ്രഷ്. രണ്ടിത് കണ്ടോ? ഇതിൻ്റെ മാക്സിമം വറക്കുക. നോക്കാം, ഇതെല്ലാം മുറ്റു പുള്ളികളാണ്. ചൂണ്ട കോർക്കേണ്ട സാധനം. എന്നാലും കണ്ടോ ഇത്രയൊന്ന് വറക്കാൻ. ഞാൻ ഇത്രയും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ഇനി ഇത് നല്ലോണം മൂട്ടി വരുമ്പോൾ 2 or 3 ചിക്കൻ പീസ്. തേങ്ങാക്കൊത്തിനകത്ത് കറി ഇട്ടത്. തേങ്ങാക്കറിയില്ലേ? അതവനെ പറഞ്ഞത്. നിങ്ങൾ 2 ദമ്പതികൾ അവിടെ കുക്ക് ചെയ്യും. എല്ലാം അങ്ങോട്ട് പറിച്ച് കഴിഞ്ഞുള്ളൂ. അതാണ്ട് ഇന്ന് ഇത്രയും കൂടെ ചാച്ചി കൊണ്ടുവന്നത്. ഇന്നലെ പറിച്ചു കഴിഞ്ഞു. അതാ ഇനി പച്ചാച്ചി. അച്ചാച്ചിയുടെ കുഴമ്പാ ഞാൻ കിടുവിന്റെ കാലയിൽ ഇട്ട് കൊടുത്ത ഉലുവാ കുഴമ്പ്. എടാ പോടാ പാപ്പു ചെറുക്കാ.
മേത്ത് കയറല്ലേ മറ്റേ ആടാ മോനെ. മറ്റേ കൊച്ചുപട്ടിയില്ലേ, കൊച്ചുപട്ടി, അതിൽ ആ പട്ടി ഉണ്ട്, ഇവൻ കടിക്കും. അല്ല ഇവനെ പുറത്ത് പോയോ? അപ്പിട്ടോ പോയോ? മോനെ മാറി മാറി മാറി, പപ്പി ചെറുക്കൻ ചിലപ്പോ കടിക്കും. അവൻ അതിനകത്ത് കിടക്കട്ടെ. അവന്റെ സ്നേഹപ്രകടനം, അവന് ഭയങ്കര വെയിറ്റാ. അയ്യോ കിടൂനെ പല്ല് തേപ്പിക്കുന്നേ, ഒരച്ഛന്റെ രോദനം. ഓ ഓ ക്യാമറ കണ്ടപ്പോ തന്നെ തേക്കുന്ന നോക്കിയേ. എടാ അഭിനേതാവേ, ചുബു പല്ല് തേച്ചോ? ഇന്ന് നല്ല ക്ലൈമറ്റ്. ആ അണ്ണാണി ബഹളം വെക്കാതെ. പിന്നെ അണ്ണാന്റെ മോനെ ലാസഭാവല്ലോ കാണിക്കുവോ? ആ സുബു ഡാൻസ്. ഇവന്മാർക്കെല്ലാം ഉള്ള ഈ ഒറ്റക്കാല ചാട്ടം. തേങ്ങ പിരിച്ചു, കുറേ പൊതിച്ചു, കുറേ കൊടുത്തു. നമ്മൾ വെളിച്ചെണ്ണയാക്കാൻ പറ്റത്തില്ല ഈ മഴ കാലാവസ്ഥ കാരണം. എന്നല്ലേ എന്തുവാടി എടി, എന്തുവാടി ഒക്കെ പേടിയാ. ബിസ്ക്കറ്റ് തരാട്ടോ. തെന്നും കിടൂ. അയ്യോ അയ്യോ അതവിടെ കിടക്കട്ടെ. വേണ്ട മോനെടുക്കല്ലേ, മോനെടുക്കല്ലേ. ആ ഹാ ഹാ ഹാ. എവിടെ പോയി വരുന്നു ജോസ് പ്രകാശും കുട്ടിയും? പാത്തു ആണത്തി ക്ഷീണിച്ച് വരിക. ആ വരുവോ? ആ എന്താ ജാനു എവിടെ? അമ്മയുടെ ജാനു ആണോ? അമ്മ നോക്കട്ടെ, അമ്മയുടെ ജാനു ആണോ? നല്ല ഉമ്മ ചവിടറ അവളെ. അമ്മയുടെ ജാനു, അമ്മയുടെ ചിന്നുവേ, അമ്മയുടെ ചിന്നു, കള്ളി ചിന്നുവേ. ആ ആ എവിടെ ജാനു? എവിടെ കൊക്കുമ്മി? എവിടെ? ഇനി മൂന്നും കൂടെ കടി തുടങ്ങും. അമ്മയുടെ മോള് ഞാനാന്നും പറഞ്ഞ്. അമ്മ എൻ്റെ കിലുങ്ങുന്ന കൊലുസന്തി അമ്മേ. അമ്മയുടെ മുറിയില നോക്ക് നോക്ക്. അവിടെ കൊണ്ടുവെക്കടാ, എടാ കൊണ്ടുവെക്കടാ. മോനകത്ത് കൊണ്ട് വെച്ചിട്ട് വായോ. നീ പാട്ട് ക്ലാസ്സിന് പോകുന്നില്ലേ? ഇതേ അടുത്തത്. अजय देखो, अजय दोनों क्या कर रहे? കിടൂനെ കൊണ്ട് നടക്കുന്ന കാര്യം വല്ലതാണോ കാണിക്കുന്നത്? അവിടെ വെച്ചിട്ട് ഇറങ്ങിയോ? എടാ പന്നച്ചെറുക്കനാരാടാ? എടാ പന്നച്ചെറുക്കനാരാ? കിടുവാണോ? ആ ആ ആ ഇന്ന് അജയമാമൻ്റെ നിന്ന് നിനക്ക് കിട്ടും. കയറിപ്പോടാത്ത. ഞാൻ പോയിട്ട് അച്ഛയോട് പറയട്ടെ. അന്നാണി കിടു പറഞ്ഞാൽ കേൾക്കുന്നില്ല. പറയൂ, നിനക്കിന്ന് കിട്ടുമോ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ റൂമിൽ തന്നെയാണ്. തൽക്കാലത്തേക്ക് എങ്ങും പോയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല. റെസ്റ്റ് എടുക്കണമെന്ന് എല്ലാവരും പറയുന്നു, കമൻറ്റിലും പറയുന്നു. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ കുറച്ച് റെസ്റ്റ് ആയിക്കോട്ടെ എന്ന്. പ്രത്യേകിച്ച് പറയാൻ, അയ്യോ എൻ്റെ പോലീസ് ഊരിപ്പോയി. പ്രത്യേകിച്ച് പറയാൻ, ഈ വീട്ടിൽ ഒരു മുറിക്കകത്തിരുന്നുകൊണ്ട് ഞാൻ എന്ത് കണ്ടന്റ് ഇടും എന്നുള്ളതാണ് ഒരു കാര്യം.
പിന്നെ എന്നോട് പലരും പറഞ്ഞു ഇപ്പോൾ തൽക്കാലം മലേഷ്യക്ക് പോവണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ നേരത്തെ കൊടുത്ത ഒരു കമ്മിറ്റ്മെൻ്റാണ്. ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യേണ്ടത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷനില്ല. കാരണം എന്നെ അവർ അതുപോലെ നല്ല രീതിയിൽ തന്നെ നോക്കുകയുള്ളൂ. എന്നെ നല്ല വരുന്ന എല്ലാവരെയും. നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഫ്ലൈറ്റ് കയറി പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കണം. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതെന്തായാലും 2 ആഴ്ച വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഡോക്ടറുടെയൊക്കെ തീരുമാനം പോലെ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്തിനൊരു പോംവഴി ഉണ്ടാവുമല്ലോ. പക്ഷെ അതുവരെ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇന്നലെ ഒരു ഡോക്ടറെ കാണാൻ പോകണമായിരുന്നു ഇവിടെ കോഴഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. പക്ഷേ പറ്റിയില്ല. യാത്ര തൽക്കാലം വേണ്ടാന്ന് വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കും. തീരെ അങ്ങ് കിടന്നോ അങ്ങനെയുള്ള റെസ്റ്റൊന്നുമില്ല. ഞാൻ പറമ്പിൽ കൂടെയൊക്കെ പോകും. പിന്നെ തെന്നി വീഴാതൊക്കെ ഇരിക്കാൻ കുഞ്ഞാവയോ അച്ചാച്ചിയോ അണ്ണാണിയോ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും. കണ്ണാപ്പി അവരാരെങ്കിലും ഉണ്ടാവും. അവരുടെ ആരുടെയും കയ്യെ പിടിച്ചുകൊണ്ടുള്ള നടത്തവേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, കമൻറ്റിലും അയച്ചു. ഈ IUI അല്ല IVF-ൻ്റെ ഒക്കെ റേറ്റൊക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവർക്ക് അറിയത്തില്ലായിരുന്നു. വീഡിയോ വഴി അവർക്കത് ഒരുപാട് ഉപകാരപ്രദമായിരുന്നു. അത് അങ്ങനെ പറഞ്ഞതിലും അറിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പട്ടിക്കുഞ്ഞിനെ വേണ്ടവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി സീതത്തോട് വരെ വരണ്ട. ഇവിടുന്ന് ഒരു 36 കിലോമീറ്റർ അപ്പുറം പത്തനംതിട്ട ടൗണിൽ മറൈൻ അക്വേറിയം എന്നും പറഞ്ഞൊരു പെറ്റ് ഷോപ്പുണ്ട്. മറൈൻ അക്വേറിയം. അവിടെ പട്ടിക്കുഞ്ഞുങ്ങളെ കൊണ്ട് വെച്ചേക്കാം. നിങ്ങൾ പോയി എടുത്താൽ മതി. ഫ്രീ ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അവിടെ പൈസയ്ക്കല്ല, നമ്മൾ കൊണ്ടിടുന്നതാണ്. നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാം. മറൈൻ അക്വേറിയം പെറ്റ് ഷോപ്പ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ പെറ്റ്സിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ കുറച്ചേ കൊണ്ട് അവിടെ ഇടാൻ പറ്റുള്ളൂ. ഉള്ളത് അവിടെ തീരുന്നതനുസരിച്ച് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി ഇട്ടോളും. പിന്നെ വേറെ എന്ത് വിശേഷം പറയാനുള്ളത്? ഞാൻ മേളിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തൽക്കാലം താഴോട്ടായി. എന്നാലും ഞാൻ പതുക്കെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്നാമത്തെ കാര്യം, എനിക്കിതിൻ്റെ കെയറിനെ പറ്റി അറിയത്തില്ല. ആളുകൾ ഓരോ രീതിയിൽ, നമ്മളെ സ്ഥിരം കാണുന്നവർ കമൻറ്റ് നല്ല രീതിയിൽ തന്നെ ഇടുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് പണ്ടെങ്ങാണ്ട് വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് കണ്ട ഒരാൾ വന്ന് ചാടിക്കയറി കമൻറ്റ് ഇട്ടു എന്നും പറഞ്ഞ് നമ്മളങ്ങനെ തളരത്തൊന്നുമില്ല. ഇന്ന് രാവിലെ ഇട്ടപ്പോൾ ഞാൻ ആദ്യം കണ്ട കമൻറ്റ് എന്താണെന്നറിയാമോ? 5-6 പ്രസവിച്ച ഒരു തള്ളയെ പോലെ ആയി എന്ന് വണ്ണം വെച്ച്. പ്രസവിച്ചാൽ മാത്രമല്ല വണ്ണം വയ്ക്കുന്നത്. പിന്നെ വിശന്ന പട്ടിണിക്ക് ഇരിക്കാനൊട്ട് പറ്റത്തുമില്ല. ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ജിമ്മിൽ പോകാനൊട്ട് പറ്റത്തുമില്ല. വർക്കൗട്ട് ചെയ്യാനും പറ്റില്ല. ഭക്ഷണം വാരി വലിച്ച് കഴിക്കലില്ല. വിശക്കുമ്പം എന്ന് വെച്ചാൽ എനിക്ക് പട്ടിണി ഇരിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഡെയിലി കുറച്ച് ഭാഗങ്ങൾ എന്തെങ്കിലും, ചിലപ്പോൾ നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഞാൻ വീഡിയോ ഇടും. സഹകരിക്കുക, കാണുക, കാണാൻ പറ്റുമെങ്കിൽ കാണുക. ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും നമ്മൾ പറയാറില്ലല്ലോ. അപ്പോൾ അച്ചാച്ചിയുടെ പാസ്പോർട്ട് ഡേറ്റ് കഴിഞ്ഞതായിരുന്നു. നമ്മൾ പുതുക്കാൻ കൊടുത്തു. അപ്പോൾ ഇന്ന് വെരിഫിക്കേഷൻ ഉണ്ട്. നാളെ പോയിട്ട് തൽക്കാലിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ 3 ദിവസത്തിൽ കിട്ടും. നിലവിൽ ഞാനും അച്ചാച്ചിയും പോകുന്നു എന്നുള്ള പ്ലാനാണെങ്കിലും നല്ലൊരു സാധ്യതയുണ്ട് കുഞ്ഞാവയും കൂടി കാണും. കാരണം എൻ്റെ ശാരീരിക അവസ്ഥ വെച്ച് എനിക്ക് കുഞ്ഞാവയെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് പറ്റില്ല. ഒരു കാര്യത്തിലും, എല്ലാ കാര്യത്തിലും എനിക്ക് കുഞ്ഞാവ് വേണം. അത് ആരോഗ്യ പ്രശ്നവും ഒക്കെ കൊണ്ടാന്ന് വെച്ചോ, അല്ലെങ്കിൽ എനിക്കുള്ള ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കാം. അങ്ങനെയാവും മിക്കവാറും. വേറെ വിശേഷങ്ങൾ എന്താ, ഓരോ ദിവസം ഓരോ വിശേഷങ്ങളായിട്ട് ഞാൻ പറയാം. പിന്നെ കുറച്ച് പേര് ചോദിച്ചത് ഈ IUI പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റ് പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. സെമൻ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെയിനൊന്നുമില്ല. പിന്നെ ഇഞ്ചക്ഷൻ്റെ പെയിൻ ഉണ്ട്. സാധാരണ ഇഞ്ചക്ഷന് നമുക്ക് പേടി ഇല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല. എത്ര ഇഞ്ചക്ഷനാണോ എടുക്കുന്നത് ആ ഇഞ്ചക്ഷൻ്റെ വേദന ഉണ്ടാവും ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ. അല്ലാതെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് പെയിൻഫുള്ളല്ല. IVF എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ IUI ആണ് നോക്കിയത്. പോസിറ്റീവായിട്ട് വരട്ടെ എന്ന് കരുതുന്നു. പിന്നെ IVF എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും ഒരു 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ വരുമെന്നാണ് ഞാൻ അന്വേഷിച്ചതിൽ അറിയാൻ പറ്റിയത്. കാരണം പ്രൊസീജിയർ മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള മരുന്നുണ്ടല്ലോ. എനിക്കിപ്പോൾ IUI കഴിഞ്ഞ ഉടനെ വൈറ്റമിൻ അല്ല പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ടാബ്ലറ്റ് തന്നിട്ടുണ്ട് 2 ആഴ്ചത്തേക്ക്. 2 ആഴ്ച കഴിഞ്ഞ് കാണിക്കാൻ പോകണം. അപ്പോൾ ഈ 2 ആഴ്ചത്തേക്കുള്ള പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ തന്നെ, ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം
ക്യാപ്സൂൾ അല്ല, ടാബ്ലറ്റ്. അത്യാവശ്യം വിലയുള്ളത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അതുപോലെ ആസ്റ്ററിലൊക്കെ അവിടെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് തവണകളായിട്ട് അല്ലെ EMI ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുട്ടികളില്ലാണ്ട് പൈസയുടെ ബുദ്ധിമുട്ടിയിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിച്ച് നോക്കുക. നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അത് EMI ആയിട്ട് മാസാമാസം കുറേശ്ശെ അടയ്ക്കാൻ പറ്റുന്ന സ്കീമൊക്കെ ഇപ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. ഒറ്റയടിക്ക് പൈസ എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നല്ലതാണ്. ഇനി IVF എങ്ങാനും ചെയ്യേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഞാനും അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ നോക്കുകയുള്ളൂ. നമുക്ക് ഒറ്റയടിക്ക് അത്ര എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നത്തെ വിശേഷമെന്ന് പറഞ്ഞാൽ പിന്നെ വിശേഷങ്ങളൊന്നുമില്ല. ഇത്രയും നേരം അമ്മ ഉണ്ടാക്കി, ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഒരു ദോശ ഉണ്ടാക്കും കേട്ടോ. സത്യസന്ധമായി പറഞ്ഞ അമ്മ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചൂട് കണ്ട, ഞാൻ സത്യം മാത്രം പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴേ കണ്ണനെ കണ്ടിട്ട് കണ്ണൻ പറയാ 2 ദോശ 2 ചപ്പാത്തി 3 ചപ്പാത്തി എല്ലാം ഞാൻ ഒരുമിച്ചാ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ ബ്രഷ് സവാള മുറിച്ചതാ കണ്ടില്ല. സവാളയോ കിഴങ്ങോ മതി. തൽക്കാലം ഇതുകൊണ്ട് നമുക്ക് നിൽക്കാം. പൊളിക്കണ്ടാമോ? അതിനകത്ത് കയറിയോ? ഉണ്ടപ്പനാണോ ഉമ്മച്ചൻ? ഇതും ആ വഴി ഈ വഴി പറമ്പ് വഴി എല്ലാം നടപ്പുണ്ട്. രാത്രിയാ പോലെ കാല് വേദന. വീട്ടിൽ തണുത്താണ് മാവ് ഇപ്പോഴാണ് എടുത്ത് ഒഴിച്ചു വെച്ചത്. അത് എരി വെള്ളം ഒഴിക്കണം. ശകലം ഒഴിക്കണം. ജാവാതിലെ കൂട്ടുകാരൻ കട്ടി ദോശ മതി എന്ന് പറഞ്ഞിട്ട് അതിനെ ഒഴിച്ചത്. അത് ഭയങ്കര ഇച്ചിരി കുഴച്ചു കടത്തിയിടാൻ തന്നത്. ചൂടായില്ല കല്ലൊക്കെ ചൂടായി. ഒന്നുകൂടെ മനസ്സിലാക്കി 3 ഒഴിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം 3 ഉണ്ടാക്കാൻ 6 ഉണ്ടാക്കാം. സമയം ലാഭം. എന്താ കറി ഉണ്ടാക്കുന്നത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. പടവലങ്ങ തോരൻ വെക്കാം. അതെല്ലാം ആഴി കഴിഞ്ഞിട്ടില്ല. അതെല്ലാം ഈച്ച കുട്ടിയായിരുന്നു കേട്ടോ. പറിച്ചോണ്ടൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇന്ന് കുക്കുംബർ മാറും വെച്ചാണ്. എടീ കുക്കുംബർ മോര് കറിക്ക് കൊള്ളാമോ? ഇവനായി വിളിക്കുന്നത്. കണ്ണാപ്പിയും അച്ചും കൂടെ കാര്യമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര പാടാണ് ഇപ്പൊ ഇളക്കാൻ. ഒന്നാകട്ടെ, ഞാൻ 2-3 പ്രാവശ്യം ഇളക്കാനായിട്ട് പറ്റിയില്ല. സത്യം മുട്ടയിൽ എഴുതുമ്പോ കണ്ടോളാ ദോശ തിരിച്ചിടുമ്പോ ആ മുട്ടയിൽ എഴുത മാറും. അമ്മ വള്ളിനിക്കറിട്ട് മുട്ടയിൽ എഴുതുന്ന കാലത്ത് ഞാൻ ദോശ തിരിച്ചിട്ട് തുടങ്ങിയത് ആണെന്ന് മനസ്സിലായി. ഞാൻ ഇരട്ടയായപ്പോ അവള് ഇരട്ടയായി. ഇരട്ടപ്പുണ്ടാക്കണോ? ഇരട്ടപ്പല്ല, ഇരട്ട ദോശ. നിന്റെ തല കാണണമെങ്കിൽ ഞാൻ ഇനി ക്യാമറ എന്ത് ചെയ്യണം? കുമ്പിടൂ. ഒരു ബുൾസൈ പൊട്ടിച്ചിട്ട് മുള്ളടിക്കുക. ഞങ്ങൾക്ക് സംശയമാ. വെങ്കായം സുലാമി ഇതില് 3 ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. മൾട്ടിപർപ്പസ് എടുത്തോ മോനെ. പ്ലേറ്റ് എടുത്തോണ്ടോ. ഇത് നിറച്ചോണ്ട് ആർക്കെങ്കിലും എടുത്ത് കഴിക്കാം. തീരുമ്പോ നമുക്ക് അടുത്ത ഉണ്ടാക്കാം. ഞാൻ 1 ചപ്പാത്തി 2 ചപ്പാത്തി 3 ചപ്പാത്തി തിരിച്ചു വെക്കാതെ ഇത് നോക്കാം. അതായിരുന്നോ? ഞാൻ നോക്കി എന്തോ ഒരു സംഭവം ദീപ്തിയെങ്കിലും ആദ്യമേ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ദോശ ഉണ്ടാക്കാം. അമ്മ എത്ര നേരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നേന്ന്. മോനെ സാമ്പാറുണ്ട്, മീൻ ചാറുണ്ട്, ചമ്മന്തി പൊടി ഇത് ഇങ്ങനെ എണ്ണ തേക്കാൻ. ഇനി എന്തിനാ തേക്കുന്നേ? തോന്നി. തമിഴ്നാട്ടുകാരെന്തോ ചെയ്തെന്ന് പറഞ്ഞ് അതേപോലെ അനുകരിക്കാൻ വന്നതാ. സമ്മതിപ്പൊടി, ഉഴുന്നുപൊടി. കേരളത്തിൽ
പറ്റായിരുന്നു ആ തലയെ കുത്തി നിൽക്കുന്നത് കിടുവില്ല. ഫോട്ടോ എടുത്തോ കാലുവേദനയുള്ളവനാ ഇനി അവന് കാലുവേദന ഞാൻ പറയട്ടെ. ഇത് തിരിച്ചു വെച്ച് അവന്റെ ആ കാലുവേദന വേണ്ട, അവന്റെ കാലുവേദന കഴിഞ്ഞു. എനിക്കൊക്കെ നന്നായി അത്യാവശ്യം മേളിലാണ് അവൻ പഠിക്കുന്നത് ഞാൻ ഈ കണ്ണാപ്പി. മണ്ണൊക്കെ എല്ലാ കണ്ണാപ്പി ഒറ്റയ്ക്ക്. ചേച്ചി കുറച്ച് മേളിലായിട്ട് നിൽക്കണം. കണ്ണായെന്ന് തോന്നുന്നു. മച്ചാൻ അപ്പുറത്തെ പട്ടിയെല്ലാം മേളിൽ കൊണ്ടിടുക ഈ പിള്ളേര് പോയി പെറുക്കുവാണ്. ഞാൻ കല്ലടിക്കായിരുന്നു ആരും ഡോഗിനെ എടുക്കാറുണ്ട് ഡോഗിനെ എടുക്കാൻ പറ്റില്ല, ഡോഗിനെ കൊണ്ടുപോവുകയാണ്. ഇപ്പൊ അറിഞ്ഞിട്ട് വന്നേ എന്നാ പിള്ളേ? ചിക്കനോ? ഇപ്പൊ നിനക്ക് ഇവിടെ ഓർമ്മ വന്നേ? കണ്ടോ കപ്പയെ തലയിൽ എടാ വല്ല കപ്പയും മീൻകറിയും തിന്നെ എടുക്കാം. അവന് ചിക്കൻ പട്ടിക്കുഞ്ഞിനെയൊക്കെ പിടിച്ചിട്ട് ഇതൊക്കെ ഇത് പട്ടിക്കുഞ്ഞാ ജിമ്മി ലൂക്കാട് അനിയനാ ജിമ്മി 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 ബാർക്ക്. കാലുകാരുള്ളവന്റെ കാല് കണ്ടു ഉച്ച കുത്തി നിൽക്കുകയായിരുന്നു ഒരു കുഴപ്പമില്ല അവന്റെ എളിയിൽ തിരുത്തിട്ട് എത്ര ഉണ്ട്? തലയെ കുത്തിയിരുന്നതിന് കുഴപ്പമില്ല കാലുവേദന ദീപു പ്ലസ് ടു പഠിക്കുന്ന ആ സമയത്ത് ബോർഡിംഗ് ഇതുപോലെ നിൽപ്പുണ്ട് ഞാൻ ഇതുപോലെ കാണാൻ പോയത് ചിലപ്പോ അവിടുത്തെ പഠിക്കുന്ന ഒരു ചെറുക്കന്റെ കയ്യിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ദീപു എന്നെ കണ്ടു താത്ത് വെച്ചു അവന്റെ ഹോസ്റ്റലില്. ആ പ്ലസ് ടു എവിടെ എവിടെ നിനക്ക് ചിക്കന്റെ സ്വപ്നം വന്നേ? സ്വപ്നം കണ്ടേ? അമ്മ നീക്ക് സ്വപ്നം അറിയില്ലല്ലേ ഞാൻ സ്വപ്നം കണ്ടത് വെള്ളം ഭയങ്കര പ്രളയം. ഇന്നലെ രാത്രിയിലത്തെ സ്വപ്നം കേൾക്കുന്നുണ്ടോ? നീ കേൾക്കുന്നുണ്ടോ? അനിയത്തിയായിട്ട് വരും ഭയങ്കര പ്രളയം. കേരളം മൊത്തം വെള്ളപ്പൊക്കത്തില്. ഇത് കേക്ക് നീ. കടലിനിടയിൽ ഇങ്ങനെ വരുന്നു. അപ്പൊ ഈ വെള്ളപ്പൊക്കത്തിന്റെ കടലിൽ വെച്ച് ഞാനും അണ്ണാണി കണ്ടുമുട്ടി. ഞങ്ങൾ നോക്കിയപ്പോ വാർത്ത പരക്കാം, മോഹൻലാലിനെ കാണാനില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. അവസാനം അമ്മയെ തപ്പി വന്നപ്പോ ഉണ്ടല്ലോ ഒരു റൂം അടച്ചിട്ട് അമ്മ ഉണക്കമീൻ ചുടുന്നു. ഇത്രയും പ്രളയത്തിൽ ബന്ധമില്ലാത്ത ഈ സ്വപ്നം തലസൂരി കണ്ടില്ല ജപ്പാന്റെ അങ്ങേ അറ്റത്ത് പ്രളയം ഉണ്ടാവും പക്ഷെ ഉണ്ടായത് ഇങ്ങനെ അറ്റത്താ എവിടെയും ഉണ്ടായില്ല. സ്വന്തമായി ദോശ ചുട്ടിട്ട് അത് പാത്രത്തിൽ വെച്ചു. ഇത് ഇത്രയും പൈസ നമുക്ക് എടീ തോണ്ടടി പോന്നടി അവനല്ലേ ഈ രണ്ട് ഊപ്പകളും ഈ എടുത്തോണ്ട് പോന്നേ എന്തെല്ലാം പണി ചെയ്യുന്നതിനടാ നീ ഓരോ എടുത്തോണ്ട് പോകുന്നത് ഇവിടെ ഈ രാത്രി മഴ പെയ്തപ്പോ കല്ലെന്ന് നനയുവാണ്